സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ രണ്ട് മേജർ അപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് പോയിന്റ്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അപ്ലിക്കേഷൻ. ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുക. രണ്ടാമത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കറക്റ്റ്, ഇക്വേഷൻ പൂർണ്ണമായി കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷണലി കറക്റ്റ് ആവണം, അതോടൊപ്പം തന്നെ ന്യൂമറിക്കലി കറക്റ്റ് ആവേണ്ടതുണ്ട്. ഈ കാര്യം നമ്മൾ സംസാരിച്ചതായിരുന്നു. ഡയമെൻഷണലി കറക്റ്റ് ആണ്, ഓക്കെ. പക്ഷേ ഡയമെൻഷണലി റോങ് ആണെങ്കിൽ ആ ഇക്വേഷൻ റോങ് ആണ്, ഇക്വേഷനേ തെറ്റാണ്, അത് നമുക്ക് അപ്പം തന്നെ കൺഫേം ചെയ്യാം. പക്ഷേ ഡയമെൻഷണലി കറക്റ്റ് ആയാൽ പോലും ഇക്വേഷൻ പൂർണ്ണമായി കറക്റ്റ് ആവണമെങ്കിൽ അത് ന്യൂമറിക്കലി കൂടെ കറക്റ്റ് ആവണം. എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണ്, ന്യൂമറിക്കലി കറക്റ്റ് ആണ്. പക്ഷേ എസ് ഈക്വൽ യു ടി പ്ലസ് എ ടി സ്ക്വയർ ഡയമെൻഷണലി കറക്റ്റ് ആണ്, പക്ഷേ ന്യൂമറിക്കലി റോങ് ആണ്. ആ എക്സാമ്പിളൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ തേർഡ് അപ്ലിക്കേഷനിലേക്കാണ് ഇന്ന് പോകുന്നത്. തേർഡ് അപ്ലിക്കേഷൻ നോക്കൂ. എന്താ തേർഡ് അപ്ലിക്കേഷൻ? ഡെഡ്യൂസിങ് റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് ഉപയോഗിക്കാം? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എങ്ങനെ നോക്കും? ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് വി ക്യാൻ ഡിറൈവ് an expression for physical quantity if we know the various factors on which it depends. അപ്പോൾ ഇങ്ങനെ ഡിറൈവ് ചെയ്യണമെങ്കിൽ എന്തിനുള്ള ഇക്വേഷനാണോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റേതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ആശ്രയിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ നമുക്കത് അതിൻ്റെ കറക്റ്റ് ഫോം, ഇക്വേഷൻ്റെ ഫോം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ. അപ്പോൾ ഡെഡ്യൂസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അത് നമ്മൾ എക്സാമ്പിളിലൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ക്വസ്റ്റ്യൻ? ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ ഇതിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ പേടിക്കണ്ട, അതൊരു ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതൊന്നും അറിയണമെന്നില്ല കേട്ടോ. ഇവിടെ ഏത് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയേണ്ടതില്ല ഈ പ്രോബ്ലം ചെയ്യാൻ. എങ്കിൽ കൂടെ ഇത് നമ്മളിവിടെ യൂസ് ചെയ്ത സ്ഥിതിക്ക്, കാരണം ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഹൈസ്കൂളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് കേന്ദ്രീകൃത ബലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതായത് സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റും സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നോക്കുന്നൊരു സർക്കിള് അതിൻ്റെ സെൻറ്റർ O, അതിൻ്റെ റേഡിയസ് R കേട്ടോ. സർക്കുലാർ പാത്തിൽ V സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് ഇതിൽ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പോൾ സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അതിന് മുകളിൽ എപ്പോഴും ഉണ്ടാവും. ഐ റിപ്പീറ്റ്, സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ സെൻറ്ററിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഫോഴ്സിൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ശരിക്കും സെൻട്രിപെറ്റൽ എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്കിൽ സെൻട്രിപെറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം സെൻറ്റർ സീക്കിംഗ് എന്നാണ്. സെൻറ്റർ അന്വേഷിച്ച് പോവുക. അത് എവിടെയാണെങ്കിലും അവിടുന്ന് സെൻറ്ററിലേക്ക്, ഇവിടെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക്, ഇവിടെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക്. മനസ്സിലായോ? അതാണ് സെൻറ്റർ സീക്കിംഗ്. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റിനും എന്തുണ്ടാവും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ഏത് ഒബ്ജക്റ്റിനും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോഡി, ദെൻ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ബോഡി, റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്ത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക?
സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ റിലേഷൻ നോക്കൂ. എഫ് പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ് അത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അതിൽ എം ഉണ്ട്, അതിൽ വി ഉണ്ട്, അതിൽ ആർ ഉണ്ട്. പക്ഷേ എമ്മിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണോ, അതല്ല അതിൻ്റെ സ്ക്വയറിനാണോ പ്രൊപ്പോർഷണൽ, അതല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ആയല്ലോ. അപ്പോൾ എമ്മിന് എങ്ങനെയാണ് ഇപ്പോൾ എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇവിടെ എം റേസ് ടു -1 വരിക. അതറിയാണെങ്കിൽ പിന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞല്ലോ. അത് കണ്ടെത്തലാണ് നമ്മൾ പരിപാടി. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി. എഫ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി. ഈ എ ബി സി കണ്ടെത്തി നമ്മൾ ഇക്വേഷനായി. നോക്കൂ, ഇതിനെ ഇക്വേഷനായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും ഞാൻ എഴുതുന്നത് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടാണ്, നമ്മൾ ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായല്ലോ? ഇത്ര എഴുതാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കഴിയണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ഡയമെൻഷൻസ് എടുക്കുക. എന്ന് വെച്ചാൽ നോക്കൂ, ടേക്കിംഗ് dimensions on either sides, രണ്ട് സൈഡിലും either sides. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ആരാളുള്ളത്? എഫിൻ്റെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റേസ് ടു -2 ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ടു കെക്ക് ഡയമെൻഷൻ ഇല്ല, കാരണം ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണിത്. ആണെങ്കിലേ നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായല്ലോ? അതാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ആരാളുള്ളത്? ആദ്യം വരുന്നത് എം റേസ് ടു എ ആണ്. അപ്പോൾ എമ്മിൻ്റെ എന്താണ്? ക്യാപിറ്റൽ എം തന്നെ. അപ്പോൾ എം റേസ് ടു എ. പിന്നെ വി ആരാ? വെലോസിറ്റി, എൽ ടി റേസ് ടു -1. വെലോസിറ്റിയുടെ ഡയമെൻഷൻ റേസ് ടു ബി ഉണ്ടോ? എൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു ബി. ദെൻ ആർ റേഡിയസ് ആണ്, റേഡിയസ് എൽ റേസ് ടു സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു ബി വടി ഉണ്ട്, സി വടി ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു ബി പ്ലസ് സി. ദെൻ ടി റേസ് ടു -b കണ്ടോ? ടി റേസ് ടു -b. മനസ്സിലായോ? ഇത്രയും ഓക്കെ അല്ലേ? ഇവിടെ എൽ എച്ച് എസിൽ ഇവിടെ ആരാളുള്ളത്? എം റേസ് ടു 1, എൽ റേസ് ടു 1, ടി റേസ് ടു -2. ഇനി നോക്കൂ, ഇക്വേഷൻ്റെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഐഡൻറ്റിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണെങ്കിൽ ഇവിടെയും എമ്മിൻ്റെ പവർ എന്തെന്നായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലിൻ്റെ 1 ആണ്, ഇവിടെ എല്ലിൻ്റെ 1 ആയിരിക്കണം. ഇവിടെ ടീക്ക് -2 ആണ്, ഇവിടെ ടീക്ക് ഇവിടെയും -2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയോ? ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ്, നോക്കൂ, ഇക്വേറ്റിംഗ് the powers of identical quantities നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ എമ്മിൻ്റെത് ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എമ്മിനാരല്ല എ. അപ്പോൾ എ ഈക്വൽ ടു അപ്പുറത്ത് 1. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. കണ്ടോ? ഇവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എൻ്റെ വാല്യൂ കിട്ടി. ഇനി നോക്കൂ, ഇവിടെ ഒറ്റടിക്ക് കിട്ടുന്ന സാധനം പിന്നെ എല്ലിൻ്റെതല്ല. എല്ലിൽ ഇവിടെ ബിയും സിയും അറിയാത്തതാണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഒന്നിനും കൂടി കിട്ടണം. അപ്പോൾ ഒറ്റടിക്ക് കിട്ടാൻ നല്ലതാരാ? ടീൻ്റെതാണ്. അപ്പോൾ ടൈമിൻ്റെ എടുക്കുക. ടൈം എടുത്തു കഴിഞ്ഞാൽ ടൈമിന് ഇവിടെ ആരാ ഉള്ളത്? -b. അപ്പോൾ അവിടെ ടൈമിന് ആരാ? -2. അപ്പോൾ അതിനെന്താ കിട്ടുക? ബി ഈക്വൽ ടു 2 കിട്ടും. ബി ഈക്വൽ ടു 2. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എല്ലിൻ്റെ നോക്കാം. അപ്പോൾ എല്ലിൻ്റെത് നോക്കൂ, എല്ലിൻ്റെത് ബി പ്ലസ് സി ആണ്. അപ്പോൾ എൽ എച്ച് എസിൽ ആരാ? എല്ലിന് 1. അപ്പോൾ ഇനി സി ഈക്വൽ ആരാ? 1 - b. ബി എത്ര? 2 ആണ്. അപ്പോൾ 1 - 2 എത്ര? -1. അത് കിട്ടി. ഇപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. കിട്ടിയല്ലോ? അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ 1ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി സി. Therefore equation 1 implies F is equal to K into M raised to A is 1, V raised to B is 2, R raised to C is -1. That is equal to K into M V square. -1 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലേ? IR. നോക്കൂ, കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കെൻ്റെ വാല്യൂ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. അത് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ വേറെ ഫൈൻഡ് ചെയ്യേണ്ടതാണ്.
അത് ഇതുവരെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ദ വാല്യൂ ഓഫ് കെ ഈസ് ഫൗണ്ട് ടു ബി 1 ആണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതല്ല, അത് നമ്മൾ പുറത്തുനിന്ന് ഉള്ളത് കടമെടുത്ത് എഴുതുകയാണ്. ഇപ്പോൾ അത് എക്സ്പെരിമെൻറ്റിൽ ഫൈൻഡ് ചെയ്ത കാര്യം നമ്മൾ കടമെടുത്ത് എഴുതിയാണ്. ദെർഫോർ നമ്മുടെ ഫൈനൽ ആൻസർ എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. മനസ്സിലായല്ലോ? എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റനും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്യാൻ പോവാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ആ എക്സാമ്പിൾ ചെയ്യണം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇത് നിങ്ങൾ പഠിക്കുക, എന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, നമ്മളെ ക്വസ്റ്റൻ ഇതാണ്. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ബോബ് അറ്റാച്ച്ഡ് ടു ദ സ്ട്രിങ് ദാറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സിമ്പിൾ പെൻഡുലം മനസ്സിലായില്ലേ? ത്രെഡിൻ്റെ അറ്റത്ത് ബോബ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, സപ്പോസ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ mass of the bob, length L of the pendulum, acceleration due to gravity at the place. Derive the expression for time period. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ടൈം പീരീഡ് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുകയാണ്. അത് ആരൊക്കെ ആശ്രയിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം ആണ് ഒരാൾ, 2 ലെങ്ത് ഓഫ് ദ പെൻഡുലാണ്, 3 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ മാസ് ഓഫ് ദ ബോബിന് നമ്മൾ എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. ഈ എ ബി സി കണ്ടെത്തി നമ്മൾ പണി കഴിഞ്ഞു. അത് നമുക്ക് വീണ്ടും ഞാൻ എഴുതാണ്. അപ്പോൾ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. ഈ ഇക്വേഷൻ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നേരത്തെ പോലെ ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് ഞാൻ എഴുതുന്നില്ല. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുക? ക്യാപിറ്റൽ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഇവിടെ ആരാ? എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി ആരാ? എൽ ടി റേസ് ടു -2 റേസ് ടു സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു ബി ഇവിടെ ഉണ്ട്. പിന്നെ എൽ നോക്കും, ഇവിടെ എല്ലിനൊരു സി ഇവിടെ ഉണ്ട്. അപ്പോൾ ബി പ്ലസ് സി ആയി. ദെൻ ടി റേസ് ടു -2c. മനസ്സിലായോ? ഇനി നേരത്തെ പോലെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് ഐഡൻറ്റിക്കൽ ക്വാണ്ടിറ്റീസ്. നോക്കൂ, ഇവിടെ ആരൊക്കെ ഉള്ളത്? ഇവിടെ എമ്മിന് എത്ര? 0, എല്ലിന് എത്ര? 0, ടിക്ക് എത്ര? 1. അത് നോക്കി, എമ്മിൻ്റെത് നേരെ കൊടുക്കാം. എമ്മിന് എ ആണ് ഇവിടെ RHSൽ, അപ്പോൾ LHSൽ 0. ഓക്കെ, ദെൻ എല്ലല്ല അടുത്തത് നല്ല ആരാ? ടി ആണ്. ടീൻ്റെത് നോക്കൂ, -2c ആണ് അവിടെ ഇവിടെ ഉള്ളത്. അവിടെ എത്ര? 1. അപ്പോൾ സി സീക്വൽ എത്ര? -1/2. ക്ലിയർ? അപ്പോൾ എം ആയി ടി ആയി. ഇനി എല്ലിൻ്റെത് നോക്കൂ, എല്ലിൻ്റെത് നോക്കുന്ന സമയത്ത് എല്ലിന് ഇവിടെ ആരാളുള്ളത്? ബി പ്ലസ് സി. അപ്പോൾ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലിന് 0. നമുക്കിനി വേണ്ടത് ബി ആണ്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു സി, സീനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ അപ്പുറത്ത് ആരുള്ളത്? ഓൾറെഡി 0, 0 - c. -c ദാറ്റ് ഈസ് 0 - ½ ഈക്വൽ ടു എത്ര? ഹാഫ്. ഈക്വൽ ടു ഹാഫ്. അപ്പോൾ ബിയും കിട്ടി. ഇനി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം റേസ് ടു എ, എ ഈസ് 0, എം റേസ് ടു 0, എൽ റേസ് ടു ബി, ബി ഈസ് ഹാഫ്, ജി റേസ് ടു സി, സി ഈസ് -½ എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? മാസിനെ ആശ്രയിക്കണില്ല എന്ന് വെച്ചാൽ നമ്മളിവിടെ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നത്. അതിലെ ഒരാളെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് വേണ്ട ഇക്വേഷനിൽ ദെർഫോർ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എമ്മിനെ പറ്റി ഇനി സംസാരിക്കണ്ട. എല്ലാരാ? എൽ റേസ് ടു ഹാഫ് ആരാ? √L ഇൻറ്റു ഇതെന്താ? ജി റേസ് ടു -½ എന്താ? 1/√g. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു √L ഡിവൈഡഡ് ബൈ ജി.
ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെൻ്റെ വാല്യൂ എക്സ്പെരിമെൻ്റലി ഫൈൻഡ് ചെയ്തതാണ്, ഇവിടുന്ന് കിട്ടിയതല്ല. ഇവിടുന്ന് കെൻ്റെ വാല്യൂ കിട്ടൂല. എക്സ്പെരിമെൻ്റലി ദ വാല്യൂ ഓഫ് കേസ് ഫോം ടു ബി 2π. ദെർഫോർ ടൈം പീരിയഡ് ക്യാപിറ്റൽ T is equal to 2π into root of L divided by G. This is the final equation for time period of a simple pendulum. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഇതേ ഇക്വേഷൻ തന്നെയല്ലേ? ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിലാണ്. ആ 3 കാര്യങ്ങളും 3 പോയിൻറ്റ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യണം. അതിന് മുമ്പ് ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയെന്നാണ്, അതിൻ്റെ ഡ്രോബാക്സ്, ഡിസഡ്വാൻറ്റേജ്, ഇതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. ദ മെത്തേഡ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് കേസിൽ കേസുകൾ 1 നമുക്ക് ഇവിടുന്ന് കിട്ടിയതാ? അല്ല. ഇവിടെ കേസുകൾ 2π കിട്ടി നമുക്ക് ടൈം പീരീഡ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയാണോ? അല്ല. അത് നമ്മൾ വേറെ എക്സ്പെരിമെൻ്റലി ഫൈൻഡ് ചെയ്തത് നമ്മളിങ്ങോട്ട് കടമെടുത്താണ്. ഈ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് കെനെ കുറിച്ചിട്ട് ഒരു വിവരവും ഈ മെത്തേഡ് തരില്ല. ഇതാണ് ഒരു ലിമിറ്റേഷൻ. 2, ഇറ്റ് ഫെയിൽസ് വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നാമത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെ, വെലോസിറ്റിനെ, റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ 3 പോയിൻറ്റ്സ് ആയിട്ടുള്ളൂ അവിടെ അല്ലേ? 3 എണ്ണം. അതോടൊപ്പം ഇപ്പോൾ ടൈം പീരീഡ്, മാസ് ഓഫ് ദ ബോബ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം, അതുപോലെ ആക്സലറേഷൻ ഡ്യൂറ്റി, അത് 3 വന്നിട്ടുള്ളൂ. ആ 3-ന് പകരം അവിടെ 4 ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ, അങ്ങനെ ഒരു കേസ് വന്നാൽ ഈ മെത്തേഡ് എന്താവും? ഈ മെത്തേഡ് ഒരു ഫെയിലിയർ ആവും. അത്തരം സന്ദർഭത്തിൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അതാണ് ഇറ്റ് ഫെയിൽസ് വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. പരമാവധി 3 ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻസ് മാത്രമേ ഡിറൈവ് ചെയ്യാൻ കഴിയൂ. അടുത്ത് നോക്കൂ. ഇറ്റ് ഫെയിൽസ് ടു ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെൻ ഇറ്റ് ഈസ് ദ സം ഓർ ഡിഫറൻസ് ഓഫ് 2 or more ക്വാണ്ടിറ്റീസ്. എന്ന് വെച്ചാൽ ഒന്നിലധികം ടേമുകൾ വരുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ S=UT + ½ ഈ മെത്തേഡിൽ ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഇവിടെ UT ഒരു ടേമാണ്, ½ AT² മറ്റൊരു ടേമാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കൂ, 2 ടേമുകൾ വന്നു. 2 ടേമുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. മീൻസ് ഉള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ LHSലും RHSലും ഓരോ ടേമേ നമുക്ക് പറ്റുള്ളൂ. ഒന്നിലധികം ടേം വരുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ നമ്മുടെ ഈ മെത്തേഡ് ഫിറ്റ് അല്ല. മനസ്സിലായല്ലോ? അതുപോലെ V = U + AT എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ 2 ടേംസ് ഉണ്ട്. ടേംസിനെ നമ്മൾ വേർതിരിക്കുന്നത് പ്ലസ് മൈനസ് വെച്ചിട്ടാണ്, പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ 2π√L/G ഇതിലാകെ ഒരു ടേം ഉള്ളൂ. കാരണം ഇത് ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റിയാണ്. mv²/r ഇതിൽ ഒറ്റൊന്നുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. ഇറ്റ് ഫെയിൽസ് ടു ഡിറൈവ് റിലേഷൻഷിപ്സ് വിച്ച് ഇൻവോൾവ് ട്രിഗണോമെട്രിക്, സൈൻ തീറ്റ, കോസ് തീറ്റ, സീക്ക്, കൊസീക്ക്, ടാനൊക്കെ വരുന്ന, കോട്ട് വരുന്ന, ലോഗരിതമിക്, ലോഗ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോഗരിതമൊക്കെ വരാനിരിക്കുന്നുണ്ട്. ലോഗരിതം വരുന്ന എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്, e⁻x പോലെയുള്ള അങ്ങനെ വരുന്ന ഇക്വേഷൻസ് ഒന്നും ഡിറൈവ് ചെയ്യാൻ ഈ മെത്തേഡ് പറ്റില്ല. ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. റെഡിയല്ലേ? ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. പക്ഷേ ആ പ്രോബ്ലം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യുന്നത് പിന്നെ വാച്ച് ചെയ്യാവൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യെസ്, ദ വെലോസിറ്റി V ഓഫ് വാട്ടർ വേവ്സ്. അപ്പോൾ വെലോസിറ്റിയാണ്, അല്ല മറ്റൊന്നും നമുക്ക് പ്രശ്നമില്ല കേട്ടോ. വാട്ടർ വേവ്സ് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ലാംഡ, ഡെൻസിറ്റി റോ എന്നാണ് കേട്ടോ. റോ ഗ്രീക്ക് ആൽഫബറ്റാണ് റോ, ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് ആ കാര്യം മാത്രം മനസ്സിലായാൽ മതി. ബാക്കി എന്ത് വാട്ടർ വേവ് എന്താ ഒന്നും ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ല. ഡെഡ്യൂസ് ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ക്വാണ്ടിറ്റീസ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുക. നമുക്കിപ്പോൾ ഇക്വേഷൻസിന് ഡയമെൻഷനായിട്ട് അപ്ലൈ ചെയ്യാനും മനസ്സിലാവുക എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ പ്രധാനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യട്ടോ. ഞാൻ തുടങ്ങുകയാണേ. നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാച്ച് ചെയ്യാവൂ, പറ്റിക്കരുത്. അപ്പോൾ നോക്കൂ. V
വെലോസിറ്റി ഓഫ് വാട്ടർ വേവ്സ് പ്രൊപ്പോർഷണൽ ടു ആരൊക്കെ ഉള്ളത്? ലാംഡ ഉണ്ട്, പിന്നെ ആരാ ഡെൻസിറ്റി ഉണ്ട്, ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ലാംഡ റേസ് ടു എ, റോ റേസ് ടു ബി, ജി റേസ് ടു സി. or v equal to some constant k into lambda raised to a, rho raised to b, g raised to c. ഓക്കെ, അടുത്തെന്താ? ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ്. അതെന്താ? അപ്പോൾ വീണ്ടും ചെയ്താൽ എൽ ടി റേസ് ടു -1 വെലോസിറ്റി, കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. ഇതാരാ? വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്താ? എൽ. അപ്പോൾ എൽ റേസ് ടു എ. ഡെൻസിറ്റി ആരാ? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആരാ? എൽ റേസ് ടു 3. അപ്പോൾ ബൈ വോളിയം ആകുമ്പോൾ -3 റേസ് ടു ബി. ജി റേസ് ടു സി. ജി ആരാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റേസ് ടു സി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി രണ്ട് ഭാഗത്തും ഓക്കെ. അതിന് മുമ്പ് ഇവിടെ എം റേസ് ടു 0, എൽ റേസ് ടു 1, ടി റേസ് ടു -1 ഈക്വൽ ടു ഇവിടെ എമ്മിനാരാ? എം റേസ് ടു ബി. എല്ലിനാരാ? എൽ റേസ് ടു എ ഇവിടെ ഉണ്ട്. ഇവിടെ ആരാളുള്ളത്? -3b. അപ്പം -3b. ഇവിടെ എല്ലിനാരാ? +c. ദെൻ ടി റേസ് ടു ഇവിടെ ആരാളുള്ളത്? -2c. ടി റേസ് ടു -2c. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ആദ്യം ഏറ്റവും സൗകര്യം എമ്മിൻ്റെത് ഇക്വേറ്റ് ചെയ്യുക. എമ്മിന് ഇവിടെ ആരാളുള്ളത്? ബി ആണ്. അപ്പോൾ ബി സീക്വൽ ഇവിടെ ആരാ? 0. അപ്പോൾ ബി സീക്വൽ 0 എന്ന് മനസ്സിലായി. ബി 0. ഇനി ടീൻ്റെത് നോക്കുക. ടിക്ക് അവിടെ ആരാളുള്ളത്? -2c. ഇവിടെ ടീക്കാരാ? -1. മൈനസ് ക്യാൻസൽ ചെയ്താൽ സി സീക്വൽ എന്താ? 1/2. ടി സീക്വൽ 1/2. ഇനി അടുത്തത് എല്ലിൻ്റെതാണ്. അപ്പോൾ എല്ലിൻ്റെത് ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ ആരാളുള്ളത്? എ -3b + c ഈക്വൽ ടു ഇവിടെ എല്ലിന് 1. അതിൽ സിക്ക് ഹാഫ്, ബിക്ക് 0. അപ്പോൾ എ -3 ഇൻറ്റു ബി എത്ര? 0 പ്ലസ് സി എത്ര? ഹാഫ് ഈക്വൽ ടു 1. ദർഫോർ എ ഇത് മൊത്തം 0 ആയി. പിന്നെ പ്ലസ് ഹാഫ് പുറത്തെത്തുമ്പോൾ എന്താവും? -1/2 ആവും. അപ്പോൾ ഓൾറെഡി അവിടെ 1 ഉണ്ട്. അപ്പോൾ 1 - 1/2. അപ്പോൾ എത്ര കിട്ടുക? നിങ്ങൾക്ക് ഹാഫ് കിട്ടും. ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് ദ ഇക്വേഷൻ ആയിക്കഴിഞ്ഞു, റിലേഷൻഷിപ്പായി. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഈക്വൽ ടു ആകുമ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ കൊടുക്കുക. അതവിടെ ഉണ്ട്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ. അത് കെൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് അറിയില്ല കേട്ടോ. നേരത്തെ വളരെ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ അതെടുത്തു. ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ ലാംഡ റേസ് ടു എ ഈസ് ഹാഫ്. ദെൻ റോ റേസ് ടു ബി ഈസ് 0 എന്ന് വെച്ചാൽ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ദെൻ ജി റേസ് ടു സി ഈസ് എഗെയിൻ ഹാഫ്. കണ്ടോ? ബി 0, സി ഹാഫ്, എ ഹാഫ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സ്റ്റൈലാക്കി എഴുതിയാൽ വി ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ലാംഡ റോ ഇല്ല ഇൻറ്റു റൂട്ട് ജി, ഓർ വി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു റൂട്ട് ഓഫ് ലാംഡ ജി എന്ന് കിട്ടും. ഓഫ് ലാംഡ ജി, ഓർ വി പ്രപ്പോർഷണൽ ടു റൂട്ട് ലാംഡ ജി. മനസ്സിലായല്ലോ? ദ ഡെറിവേഷൻ ഓവർ. ഇത്രയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യമില്ലേ? അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഭംഗിയായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് മറന്നിട്ടില്ലല്ലോ. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് പറ്റൂല കേട്ടോ. എക്സ്പോണൻഷ്യൽ ഫങ്ഷന്, ലോഗരിതമുള്ള ഇക്വേഷന്, ട്രിഗണോമെട്രിക് വാല്യൂസ് വരുന്ന ഫങ്ഷൻസ് വരുന്ന ഇക്വേഷന്, അതൊന്നും ഡിറൈവ് ചെയ്യാൻ ഈ മെത്തേഡ് പറ്റില്ല. ഒന്നിലധികം ടേം വരാൻ പാടില്ല ഒരു സൈഡിൽ. ആ കാര്യവും ശ്രദ്ധിക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.